ചെന്നൈ അങ്ങനെ 5 മത്സരങ്ങൾ അടുപ്പിച്ച് തോറ്റിട്ട് ദേ ഇപ്പോൾ ഒരു വിജയം നേടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാറ്റേണ്ട ചില കാര്യങ്ങൾ മാറ്റുമ്പോൾ അതിനൊത്തുള്ള റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കൊൽക്കത്തയുമായിട്ടുള്ള പരാജയത്തിന് ശേഷം ഈ ചെന്നൈ തോക്കാനുള്ള കാരണങ്ങളും ചെന്നൈ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ സമയത്തൊക്കെയും പല അറിവുള്ള CSK താരങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നവരെ എന്നെ ട്രോളാൻ വന്നിരുന്നു. നീയാണോ കോച്ച്, എന്നാൽ പിന്നെ നീ അവരെ പോയി പഠിപ്പിക്കുക, നീ എന്നാൽ പോയി കളിക്ക്, നീ വലിയ ഇന്റർനാഷണൽ പ്ലെയർ ആണോ, നീ വലിയ കളിക്കുന്ന ആളാണോ, അതുകൊണ്ടാണോ നീ ഇതൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞിട്ട് പലരും നമ്മുടെ അടുത്ത് ചോദിച്ചു. അതും CSK ഫാൻസ് തന്നെ. കാരണം കളിയെ പറ്റിയിട്ടുള്ള സീറോ നോളജ് ഉള്ളവന്മാരാണ് ഇതൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അതിനുള്ള തെളിവുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെയും നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. അപ്പോൾ അതെല്ലാം ഞാനിപ്പോൾ ഒന്നുകൂടെ നിങ്ങളെ കേൾപ്പിക്കാം. വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. എന്തായാലും ധോണി വരുത്തിയിട്ടുള്ള മണ്ടത്തരങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ പരാജയപ്പെട്ട ബാറ്റിംഗ് കോമ്പിനേഷനുകളെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ്. എത്രയോ യങ് ടാലന്റുകൾ നിങ്ങളുടെ പക്കലുണ്ട്. അവരെയൊക്കെ ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ഇറക്കി ടോപ്പ് ഓർഡറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരുപക്ഷെ നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യം ആ താരത്തിനെ കൊണ്ട് കഴിയുമായിരിക്കും. പറ്റുന്ന ധോണി വളരെ ലേറ്റ് ആയിട്ട് ഇറങ്ങി എന്നുള്ള കാര്യമാണ് അടുത്ത് പറയാനുള്ളത്. അത് മെയിനായിട്ട് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ധോണി അവിടെ നേരത്തെ കയറണം, ആ ഒരു തീരുമാനം വലിയ മണ്ടത്തരമാണ്. ഒരു വിഡ്ഢിത്തരം എന്താണെന്ന് അറിയോ, അശ്വിനെ ഓവറായിട്ട് അങ്ങ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ധോണിക്ക്. ആവശ്യമില്ലാണ്ട് ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്, ഇതാണ് മണ്ണാൻ കട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ബോളർമാരെ കൊണ്ട് പരീക്ഷിക്കുന്നത് ഒരു എന്താ പറയുക, അതിന്റെ റിസൾട്ട് കണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മൾ പല റീസൺസുകളും ആ മത്സരത്തിൽ തോക്കാൻ പല റീസൺസുകളും നമ്മൾ പറഞ്ഞു. അടുത്ത മത്സരത്തിൽ ഇന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയം ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ടോപ്പ് ഓർഡറിൽ ഒരു താരത്തെ പരീക്ഷിക്കണം നമ്മൾ പറഞ്ഞു. ഷെയ്ഖ് റഷീദിനെ പരീക്ഷിച്ചു, അത് വിജയം കണ്ടു. പവർ പ്ലേയിൽ 59 റൺസാണ് CSK നേടിയത്, 52 റൺസാണ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സക്സസ്ഫുൾ ആയി. പിന്നീടുള്ളത് ധോണി ലേറ്റ് ആയിട്ട് ഇറങ്ങുന്ന കാര്യമാണ്. ധോണി ഇന്ന് 15ാമത്തെ ഓവറിൽ ക്രീസിലെത്തി. ആ ഒരു തീരുമാനം ചെന്നൈയുടെ വിജയത്തിന് പ്രധാന പങ്ക് വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു സമയം മുതൽ ഇങ്ങോട്ട് ശിവൻ ദുബൈക്ക് ഈ പറഞ്ഞ വേണ്ട പോലെ ടച്ച് കിട്ടിയിട്ടില്ല. കാരണം ശിവൻ ദുബൈക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് വെച്ചിട്ട് തന്നെയാണ് ലക്നോ പന്തറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശിവൻ ദുബൈക്ക് അനങ്ങാനേ പറ്റിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് ധോണി ഉള്ളതുകൊണ്ടും ധോണി നിൽക്കുമ്പോൾ എറിയാൻ വരുന്ന ബോളർക്ക് ഈ പറഞ്ഞ പ്രഷർ ഉണ്ടാകുകയും ബോളിംഗിൽ കൃത്യത നഷ്ടപ്പെടുകയും അത് ധോണിക്ക് മുതലെടുക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ധോണി നേരത്തെ ക്രീസിൽ എത്തണമെന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. എന്ന് പറഞ്ഞത് അശ്വിന്റെ കാര്യമാണ്. അശ്വിനെ ഈ പറഞ്ഞ ട്രസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഈ മത്സരത്തിൽ അശ്വിനെ ഇറക്കിയിട്ടില്ല. എളുപ്പമുള്ള ഒരു ഡിസിഷൻ അല്ല. പക്ഷെ ധോണി അതെടുത്തു, അതിന്റെ ഒരു ഫലം കണ്ടു. ഇതൊക്കെ പറയാൻ നീ ഇന്ത്യൻ ടീമിന്റെ പ്ലെയർ ആണോ, നീ പ്രൊഫഷണൽ കളിക്കാരനാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇതൊക്കെ മനസ്സിലാക്കാനും പറയാനും ഒക്കെ നിങ്ങൾ പ്രൊഫഷണൽ കളിക്കാരനാകണമെന്നോ കളിക്കാൻ നിൽക്കണമെന്നോ ഒന്നുമില്ല. നിങ്ങൾ താരത്തിൽ ഉപരി ക്രിക്കറ്റിനെ സ്നേഹിച്ചാൽ മതി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പിടികിട്ടും.